ഇന്നൊരു ശനിയാഴ്ചയാണ്. ഇവിടെ രാവിലെ 6 മണിയായി. രാവിലെ കണ്ണാടിക്ക് മുമ്പിൽ നിന്നുള്ള പ്രകടനം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരു കണക്കിന് വേണമെങ്കിൽ ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണെന്ന് പറയാം. പക്ഷേ ഈ ഗെറ്റ് റെഡി വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എനിക്കൊരു കൊച്ചു പച്ചക്കറിത്തോട്ടം മെല്ലെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഓടാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. കയ്യിലൊരു കാപ്പി എടുത്തിട്ട് ആദ്യം തന്നെ വെട്ടം വീശി തുടങ്ങുമ്പോഴേ അവിടെ എത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഗുഡ് മോർണിംഗ്. നിങ്ങളൊക്കെ ഹാപ്പിയാണോ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. അമേരിക്കയിൽ ഞാൻ പുനഃസൃഷ്ടിച്ച എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മ. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങളുടെ വീടിന് ചുറ്റും ഉണ്ടായിരുന്ന കൃഷിത്തോട്ടമാണ്. വിവിധതരം പഴച്ചെടികളും കുരുമുളകും റബ്ബറും കപ്പയും അതിലേറെ എള്ള് വിളഞ്ഞു തുടങ്ങുമ്പോൾ എത്തുന്ന പച്ച തത്തകളും അവരെ ഓടിക്കാൻ വേണ്ടി വല്യമ്മച്ചിയുടെ കൂടെ മുറ്റത്തിരുന്ന് പാത്രത്തിൽ തട്ടി ശബ്ദം ഉണ്ടാക്കുന്നതും വല്യപ്പച്ചൻ്റെ കൈയും പിടിച്ച് പറമ്പിക്കൂടെയൊക്കെ ഇറങ്ങി നടക്കുന്നതും ഒക്കെ മലബാറിൽ ജനിച്ചു വളർന്ന എനിക്ക് ഇന്നലെ എന്ന പോലെയുള്ള ഓർമ്മകളാണ് കേട്ടോ. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ അതിരാവിലെ ഇങ്ങനെ ഓരോ ചെടിയുടെയും ചുവട്ടിപ്പോയി തൊട്ടും തലോടിയും വിരിയുന്ന പൂക്കളും കായ്ഫലം ഉണ്ടായി തുടങ്ങുന്നതും ഒക്കെ കണ്ട് കേട്ട് നടക്കുമ്പോൾ പണ്ട് വല്യപ്പച്ചൻ്റെ കൈയും പിടിച്ച് പറമ്പിലൂടെ കവാത്ത് നടത്തിയ ആ കൊച്ചുകുട്ടിയിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. അമേരിക്കയിലേക്ക് പോരുമ്പോൾ ഇതുപോലെയൊക്കെ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു അമേരിക്കൻ സ്റ്റൈല് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിത്തടത്തിൽ വളർത്തിയിരുന്ന പയറോർമ്മകളെ ഞാനൊന്ന് പരിഷ്കരിച്ച് ആർച്ച് ട്രെല്ലസിലേക്കാക്കി. ബീൻസ് നട്ടപ്പോൾ ഞാൻ ഇത്രയും വിളവ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. 3 തവണ തോരൻ വെച്ചു. രാവിലെ ഇറങ്ങി നോക്കിയാൽ ഇതാണ് ഇവന്മാരെ നമുക്ക് പൊക്കാൻ പറ്റും. വെയിൽ വന്നാൽ ഇവന്മാർ ഇലയുടെ അടിയിൽ പോയി ഒളിക്കും. പിന്നില്ലേ, ഓന്താണോ എന്ന് ചോദിച്ചാൽ നിറം മാറാറുണ്ട്. പക്ഷെ നമ്മുടെ പല്ലിയുടെ വലിപ്പവും ലുക്കുമാണ്. അങ്ങനെ കുറേ പേര് ഇതിൽ കൂടെ നടന്ന് പുഴുവിനെ ഈച്ചേനെയൊക്കെ പിടിക്കാൻ എന്നെ സഹായിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്യാൻബറി പക്ഷികളും മോശമല്ല. ഓക്ക് മരങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഈ കാണുന്ന എൻ്റെ പലവക തോട്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചീര, മുളക്, ബെൽ പെപ്പർ, ഗോൾഡൻ ബെറി ഇതൊക്കെ നേരത്തെ അങ്ങ് നട്ടു. ചീര ഞാൻ ഒരു വട്ടം മുറിച്ചു കേട്ടോ. ഒരു വട്ടം അല്ല, എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനും ഞാൻ മുറിച്ചിരുന്നു. കൃഷിയൊക്കെ കൊള്ളാം, പക്ഷേ വീടും പരിസരവും നല്ല ക്ലീൻ ആയിരിക്കണം, അല്ലെ ടിക്കറ്റ് കിട്ടും. അതുകൊണ്ട് കള പറിക്കുന്നതും കരിയിൽ വീഴുന്നതും ഒക്കെ അടിച്ചു കൂട്ടി ഞാൻ ആ കറുത്ത ബാഗ് കെട്ടി വെച്ചിരിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും സിറ്റിയുടെ ആൾ വന്ന് ഇത് കളക്ട് ചെയ്തോളും. കുറേയധികം ഫ്രൂട്ട് ട്രീസും നമുക്കുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നൊരിക്കൽ കാണിച്ചു തരാം. കൂടാതെ ഞാനിങ്ങനെ ചട്ടിയിലും വെച്ചിട്ടുണ്ട്. കാരണം തണുപ്പ് കാലത്ത് നമുക്ക് അകത്തെടുത്ത് വെക്കണം. പച്ചക്കറിത്തോട്ടം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൂന്തോട്ടത്തിലേക്കാണല്ലോ. ഇല കാണാതെ പൂത്ത് നിന്നാണ് എൻ്റെ ബോഗൻവില്ല. പൂവൊക്കെ ഇപ്പം പൊഴിച്ചു. നല്ല മഴയായിരുന്നു 2 ദിവസം. നമ്മൾ താമസിക്കുന്ന നോർത്ത് ഫ്ലോറിഡയിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് നമുക്ക് 9 മാസം കിട്ടും. സീനിയായും കോസ്മോസും വാഴച്ചെടിയും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ നട്ടുപിടിപ്പിച്ചത്. അതൊക്കെ എനിക്ക് തരുന്നത് നമ്മുടെ ആ നാടിൻ്റെ മണമാണ്. കഥ പറഞ്ഞ് സമയം പോയേ, വിശപ്പ് വിളിക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ നാടിൻ്റെ ഓർമ്മ പറഞ്ഞപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നാടിൻ്റെ ഓർമ്മയിൽ അങ്ങ് പിടിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇഡ്ലിമാവ് വിചാരിച്ച പോലെ സെറ്റായിട്ടില്ല. സാരമില്ല, ഒരു 30 മിനിറ്റ് ഓവൻ ലൈറ്റ് ഇട്ടങ്ങ് വെച്ചാൽ മതി. ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പൂ മുറിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. കുറേ ആയി ഞാനും വിചാരിക്കുന്നു. കാരണം നമ്മൾ പൂക്കൾ വെട്ടിയാലാണ് പിന്നെ പിന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇങ്ങനെ ഇവിടെ ഇതൊക്കെ നടുന്നത് ഒരുപാട് സ്ഥലമൊന്നും ഉള്ളത് കൊണ്ടല്ല കേട്ടോ. ഉള്ള സ്ഥലത്ത് അറേഞ്ച് ചെയ്താണ് ഇതൊക്കെ നമ്മൾ നടുന്നത്. ടൗണിൽ ഇങ്ങനെ ഒരു ഇത്തിരി സ്ഥലമുള്ളൊരു വീട് കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു ലക്കാണ്. അതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലത്ത് ഒക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യും. ഈ പൂ പോലെ.